കീഴ്പള്ളിക്കര ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സൗജന്യ അവധിക്കാല ഫുട്ബോൾ പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. അരുതാത്ത ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന ആപ്തവാക്യവുമായാണ് ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ വലിയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ട് എഴുമാവിലെ മനുഷ്യച്ചങ്ങല ശ്രദ്ധേയമായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു. ഒരു കീഴ്പള്ളിക്കര ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അതിൽ കണ്ണികളായി എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ്റെ പ്രത്യേകത. ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിൽ കീഴ്പള്ളിക്കരയിലെ ജനങ്ങൾ മുഴുവൻ അണിനിരക്കാൻ തയ്യാറായി വന്ന ഒരു കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇങ്ങനെയൊരു ജനകീയ സമിതിക്ക് രൂപം കൊടുക്കാൻ തയ്യാറായ സുഹൃത്തുക്കളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ സർക്കാർ തലത്തിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ലഹരി വിരുദ്ധ ദിനങ്ങളിൽ നടത്തുന്ന പ്രതിജ്ഞകളും അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ നടക്കുന്ന ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം അതിൻ്റെ ചിട്ടപ്പടി പ്രവർത്തനങ്ങളായി നടന്നു പോകുമ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് സമൂഹത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതിൻ്റെ അനുഭവങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ, വർത്തമാന കാലങ്ങളിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും പത്രവാർത്തകളിലും ഒക്കെ കണ്ടുവരുന്ന. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ താരം MM അർജുൻ കിക്ക് ഓഫ് ചെയ്തു. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. കൺവീനർ TV ദിബു, വാർഡ് മെമ്പർ CL ജോയ്, സ്കൂൾ PTA പ്രസിഡന്റ് VA അസീസ്, PM ഹബീബുള്ള, ജനകീയ സമിതി ട്രഷറർ ഗോകുൽ കൃഷ്ണ V എന്നിവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് ഫെലോഷിപ്പ് നേടിയ മുരളീധരൻ കോട്ടാമലിനെ ജനകീയ സമിതി ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ക്യാമ്പിന് KC സനീഷ്, സ്വാലിഹ് ഹബീബ്, PK ചന്ദ്രശേഖരൻ, ബഷീർ ബാവ, അബിൻ കൃഷ്ണ, ഘനശ്യാം, വൃന്ദ ജയലാൽ, സുജിത ജോഷി എന്നിവർ നേതൃത്വം നൽകി. മെയ് 11 ക്യാമ്പ് സമാപിക്കും.